ഞാൻ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ ലോകത്തിൽ എനിക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റണേ? എനിക്ക് ജന്മം തന്ന അമ്മയോ, അതിന് കാരണക്കാരനായ എൻ്റെ അച്ഛനെയോ, ഞാൻ ജന്മം കൊടുത്ത എൻ്റെ കുഞ്ഞിനെ, ഞാൻ ആരെ എനിക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആരെ വിശ്വസിക്കും? ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് അല്ല ശരിക്കും ഐ ലവ് യു ആണോ ചോദിക്കില്ലേ? നമുക്ക് നമ്മൾ മാത്രമേ കൂട്ടുണ്ടാവുള്ളൂ എന്നും, അത് ആ ആളിനെ എപ്പോഴും നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അതായത് കുറച്ചൊരു അല്ല ഇത് ഇത് റോളിംഗ് തന്നെയാ. ഒന്നുകൂടെ പോ അത് പറ്റില്ല, അങ്ങനെ പറ്റില്ല. ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. ഓക്കെ അണ്ടാ കറക്റ്റ് ആയിട്ട് വന്നില്ലേ? ഒന്നുകൂടെ അല്ല ഞാൻ എനിക്ക് വേണ്ടിയിട്ടില്ല, പ്രിയങ്കയ്ക്ക് വേണ്ടിട്ട് ഇത് ഇതേപോലെ ഞങ്ങൾ ഉപയോഗിക്കും. വേണ്ട വേണം വേണ്ട ഇത് ഇതേപോലെ. ഇതിന്റെ പ്രമോ ഇങ്ങനെയാണ്, കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു. പോവാണോ? റോളിംഗ്. അയ്യോ വീണ്ടും റോളാണോ? നോട്ട് റോൾ. കൾട്ട് മൂവിയായിരുന്നു ആ സമയത്ത്. കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള സിനിമ വരുമല്ലോ, ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു. ആദ്യം തന്നെ ഇട്ട് കാണിക്കുന്ന പടം എന്ന് പറയുന്നത് ആവാരം പൂവാ, ഭരതൻ സാറിന്റെ. ഇതൊക്കെ ഞാൻ കണ്ടപ്പോൾ സത്യമായിട്ട് ഞാൻ ശരിക്കും പേടിച്ചു പോയി. അപ്പൊ ആ സോങ് ശ്രദ്ധിച്ചാൽ അറിയാം, പലയിടത്തും ഇങ്ങനെ അവളിങ്ങനെ അടിക്കുന്നതും ഒക്കെ അവളുടെ ഒരു ഇന്നസെൻസും ഒക്കെ, അവളുടെ ആ കുറുമ്പും കുട്ടി. അപ്പൊ ആദ്യത്തെ കുറേ പോർഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ആ സാധനം, അത് ഫേസിൽ ആ ഇന്നസെൻസിനോട് ചേർന്നിട്ടുള്ള കുട്ടിക്കളിയൊക്കെ അത് രസകരമായിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ എല്ലാം മാക്സിമം ഉപയോഗിക്കാൻ നോക്കി. അത് ഗോദരേഷുമാണ് ഡിസ്കസ് ചെയ്തേക്കുന്നത്, ഗുജറാത്ത് റൈറ്റ് ആണ് അത്. ഇത്തരത്തിലുള്ള ഒരു സിനിമ ഇപ്പോൾ സാധ്യമാവില്ല. നിന്റെ അച്ഛനാണ് മരിച്ചു കിടക്കുന്നതെന്ന് വിചാരിച്ചിട്ട് കരയുമെന്ന് പറയുമ്പോൾ ഇത് എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ കരച്ചിൽ തമാശയ്ക്ക് കരഞ്ഞ് പിന്നെ അത് ഒരു ഒച്ചത്തിലുള്ള ഒരു കരച്ചിലേക്ക് പോയിട്ട് അവസാനം അവള് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ആവില്ലായിരുന്നു, ഞാനിങ്ങനെ ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്ന് പറയുന്നിടത്തൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ഭയങ്കര, നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും. ആ ഒരു ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. എൻ്റെ അച്ഛൻ ഈ ഇടയ്ക്കാൻ മരിച്ചത്, അത് കഴിഞ്ഞാൽ ഞാൻ ഈ ഗതി കെട്ട പണിക്ക് ഇറങ്ങി. രാമ എന്താണ് സംഭവം ഒരുക്കി വെച്ചിരിക്കുന്നത്? ജിത്തോട്ടിന്റെ ഇന്റർവ്യൂ കൊടുക്കും അടുത്ത ദിവസം. അത് ഹീസ് ദ റൈറ്റ് പേഴ്സൺ എന്ന് പറയാൻ ഞാനല്ല, എനിക്കത് പറയാനുള്ള നമ്മുടെ കടമയാണ്. ഒരു റൈറ്റ് പ്രേക്ഷകരെ പ്രിയങ്ക പറയുന്നില്ല.